ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ വാങ്ങാൻ പോയാലോ? ഇന്ന് രാത്രിക്കുള്ള ചിക്കൻ വാങ്ങാൻ പോവാട്ടോ ഞാനും അമ്മയും കൂടി. ചിക്കൻ വാങ്ങൽ മാത്രമല്ല, എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയോണ്ട് തന്നെ അതൊന്ന് മാറ്റണം. അതുകൊണ്ട് ഇന്നത്തെ അജണ്ടയിൽ സ്ക്രീൻ ഗാർഡ് ഞാൻ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കിട്ടണം, അത്രേ ഉള്ളൂ. അങ്ങനെ കടയിൽ പോയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ അമ്മ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. ഫോൺ പിടിച്ച് ക്രോസ് ചെയ്യാൻ നിൽക്കണോണ്ട് തന്നെ അമ്മ കുറച്ച് കളിപ്പിലായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം കുടിച്ച് വാങ്ങിച്ച പലഹാരങ്ങളൊക്കെ കഴിച്ചു. ഞാനങ്ങനെ പലഹാരങ്ങൾ കഴിക്കുന്നത് അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ പതുക്കെ തുടങ്ങി. അമ്മ ഇപ്പോഴും അടുപ്പത്താണ് ചിക്കൻ കറി ഉണ്ടാക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് അമ്മ പറയണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇപ്പുറത്തിരുന്ന് ജോലിയും ചെയ്യുന്നുണ്ട്. 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പതുക്കെ വിളക്കൊക്കെ വിളക്കെടുത്ത് വെച്ച് ചെന്നപ്പോഴാണ് അമ്മ പറയണത് ചിക്കൻ കറിക്കുള്ള ഗരം മസാല തീർന്നു. അപ്പം പിന്നെ ഞാൻ നേരെ പാത്രം കൊണ്ട് ചെറിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഏകദേശം തീരാറായി. ഉണ്ടായിരുന്ന കുറച്ച് ഞാൻ വാങ്ങിച്ചിങ്ങോട്ട് പോന്നു. അപ്പോഴേക്കും ചിക്കൻ കറിയുടെ മണം കേട്ട ഒരു അതിഥി എത്തിയിരുന്നു, നമ്മുടെ പൂച്ചക്കുട്ടൻ. ഞങ്ങൾ വളർത്തുന്നത് അല്ലെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ ആൾ കൃത്യസമയത്ത് എത്താറുണ്ട്. പിന്നെ അമ്മ പറഞ്ഞു കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട്. ഞാനത് പതുക്കെ എടുത്തു വെച്ചിട്ട് ആ ട്രേ കാലിയെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. പക്ഷെ ആ സന്തോഷം അത്ര നേരം ഉണ്ടായില്ല. അപ്പോഴേക്കും അടുത്ത സെറ്റ് പാത്രമായി. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കറിയുടെ പ്രോഗ്രസ് നോക്കി നിൽക്കുക. അപ്പോഴേക്കും അമ്മ അവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സ്കിൽസ് പറയാണ്ടിരിക്കാൻ വയ്യ. അമ്മ തന്നെ കുഴച്ച്, അമ്മ തന്നെ പരത്തി, അമ്മ തന്നെ ചുട്ടെടുക്കും. അതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. കാരണം അമ്മ ഉണ്ടാക്കണ പോലെ അടിപൊളിയാവില്ല വേറെ ആരെങ്കിലും അതിൽ കൈ കടത്തി കഴിഞ്ഞാൽ. അമ്മയുടെ ചപ്പാത്തി ഇങ്ങനെ സോഫ്റ്റും ഫ്ലഫിയും അടിപൊളിയാണ്. ഈ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ പൂ പോലെ ഇരിക്കും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്? ഇത് മല്ലിയില ആട്ടോ, വീട്ടിലുണ്ടായതാ. കൃത്യം പരിവായിട്ടില്ലെങ്കിലും കടയിൽ നിന്ന് വാങ്ങണേലും ബെറ്റർ ഇത് ഉപയോഗിക്കാമെന്ന് തോന്നി. ചിക്കൻ കറി ഏകദേശം വാങ്ങാറായപ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ടൻ അപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂച്ചക്കുട്ടന് ചോറൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നു. ചിക്കൻ കറി വാങ്ങി അപ്പം തന്നെ ടേസ്റ്റ് നോക്കാന്നുള്ള പേരിൽ ഞാൻ 2-3 പീസ് സ്ഥിരം എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഈ ടേസ്റ്റ് നോക്കലാണ് ഈ കാണുന്നത്. ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഞാനും അമ്മയും കൂടി രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് നാട്ടുവിശേഷവും വീട്ടുവിശേഷമൊക്കെ പറഞ്ഞ് പതുക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി അടുക്കള അടച്ചു. ഇനി പിന്നെ കിടക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ഞാൻ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ പതുക്കെ കിടന്നു കേട്ടോ. ഞാൻ ഈ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ ശരി, ബൈ. പ്ലീസ് ഡു സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. So you were falling, coming from, missing my heart, so that's how would you let me sing my love? Oh, should have done that, you sorry, son. Wanna make it right for me and you, would you let me sing my love? Oh.